everyone, assalamu alaikum. Welcome to our channel. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണത്. ഇത് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സോസ് യൂസ് ചെയ്യുന്നുണ്ട്, റെഡ് സോസും വൈറ്റ് സോസും. അപ്പോൾ നമുക്കതിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് റെഡ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഷ്രിംപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വെജിറ്റബിൾസ് മാത്രമായിട്ടും അല്ലെങ്കിൽ ഇതിന് പകരം ചിക്കൻ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായ ശേഷം നമുക്ക് ഷ്രിംപ്സിനൊന്ന് ഹാഫ് കുക്കാവും വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഷ്രിംപ്സ് ഒന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു അനിയൻ അരിഞ്ഞതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് സോട്ടായ ശേഷം ഓണിയൻസിൻ്റെ പച്ചപ്പെല്ലാം ഒന്ന് പോയി കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തതാണ്. അതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ ടൊമാറ്റോയിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരും വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റിയ ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമുള്ളതല്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടിയിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ റെഡ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരുപാട് കുക്ക് ചെയ്യൊന്നും വേണ്ട. ഓൾറെഡി അത്യാവശ്യം പ്രോൺസും എല്ലാം നന്നായി കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു സോസ് പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു ടീസ്പൂൺ ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ മൈദയുടെ പച്ചമണം എല്ലാം പോയി അതിന് കളർ ചെറുതായി ഒന്ന് മാറി വരും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് കളർ ചെറുതായി ഒന്ന് മാറിയ ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൈദയുടെ ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാൽ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് ശരിക്ക് എല്ലാം മിക്സായി ലംസ് ഒന്നും ഇല്ലാതെ കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ ഒരു 1 കപ്പും കൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനൊരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഈ സോസ് റെഡിയാക്കുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. മിൽക്ക് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ വൈറ്റ് സോസ് ബോട്ടമിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് സോസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റെഡ് സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് സോസും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഞാനിവിടെ പാസ്ത കുക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3rd ലെയർ പോലെ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയ ശേഷം കുറച്ച് മൊസറല്ല ചീസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് സെയിം പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് വൈറ്റ് സോസും പിന്നെ അതിന് മുകളിൽ കുറച്ച് റെഡ് സോസും പിന്നെ കുറച്ച് പാസ്തയും ചീസും അങ്ങനെ ലെയർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ സോസ് എല്ലാം കഴിയും വരെ അങ്ങനെ ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ capsicum ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും
1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇതിന് മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ടൈമൊന്നും ബേക്ക് ചെയ്യേണ്ട, ചീസെല്ലാം നന്നായി മെൽറ്റ് ആകുമ്പോൾ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനൊരു 5 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ഷ്രിംപ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ എവ്രിവൺ. അസ്സലാമു അലൈക്കും.